ستجدون آخرين يريدون أن يأمنوكم ويأمنوا قومهم كلما ردوا إلى الفتنة أركسوا فيها فإن لم يعتزلوكم ويلقوا إليكم السلم ويكفوا أيديهم فخذوهم واقتلوهم حيث ثقفتموهم وأولئكم جعلنا لكم عليهم سلطانا مبينا ستجدون آخرين മറ്റൊരു വിഭാഗത്തെ നിങ്ങൾ കാണുന്നതാണ് യുരീദൂന അൻ യഅ്മനൂകും അവർ നിങ്ങളോട് സമാധാനത്തിൽ കഴിയാൻ ഉദ്ദേശിക്കുന്നു വയഅ്മനൂ ഖൗമഹും അവരുടെ സമുദായത്തോടും അവർ സമാധാനത്തിൽ കഴിയാൻ ഉദ്ദേശിക്കുന്നു കുല്ലമാ റുദ്ദു എന്നാൽ അവരെ വിളിക്കപ്പെട്ടാൽ ഇലൽ ഫിത്നതി കുഴപ്പത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഉർകിസു ഫീഹാ അതിലവർ തലകുത്തി വീഴുന്നതാണ് ഫഇൻ ലം യഅ്തസിലൂകും അപ്പോൾ അവർ നിങ്ങളിൽ നിന്നും മാറി നിന്നില്ലെങ്കിൽ വയുൽഖൂ ഇലൈകുമുസ്സലം നിങ്ങളോടവർ സന്ധി ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ വയകുഫു ഐദിയഹും അവരുടെ കൈകളെ അവർ നിയന്ത്രിച്ച് നിർത്തിയില്ല എങ്കിൽ ഫഖുദൂഹും നിങ്ങളവരെ പിടികൂടണം വഖ്തുലൂഹും നിങ്ങളവരെ വധിക്കണം ഹൈസു സഖിഫ്തുമൂഹും കണ്ടുമുട്ടുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളവരെ വധിക്കണം വഉലൈകും അവർ ജഅൽനാ ലക്കും നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അലൈഹിം അവർക്കെതിരിൽ സുൽത്താനം മുബീന വ്യക്തമായ രേഖ തന്നിരിക്കുന്നു. അല്ലാഹു തആല ഈ വിഭാഗത്തിൽ മുനാഫിക്കുകളുടെ മൂന്നാമത്തെ വിഭാഗത്തെപ്പറ്റി പറയുകയാണ്. ഓർക്കണം, ഒന്ന് ദീനിൽ നിന്നും പരിപൂർണമായി മാറുകയും നിഷേധികളോട് ചേരുകയും നിരന്തരം പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. അവരുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. നിയമത്തിന്റെ വഴി സ്വീകരിച്ച് അവരെ കൈകാര്യം ചെയ്യണം. രണ്ട്, അവർ നന്മകളിൽ നിന്ന് മാറി നിഷേധികളുടെ കൂട്ടത്തിൽ കഴിയുകയാണെങ്കിലും ആ നിഷേധികളും നമ്മളും തമ്മിൽ സമാധാനത്തിന്റെ അന്തരീക്ഷമാണുള്ളത്. നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യരുത്. പിന്നെ അവരെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ഈ ആയത്തിൽ മൂന്നാമത്തെ മറ്റൊരു വിഭാഗം കപടവിശ്വാസികളെ പറ്റിയാണ് പറയുന്നത്. സതജിദൂന ആഖരീന യുരീദൂന അൻ യഅ്മനൂകും വയഅ്മനൂ ഖൗമഹും. മറ്റൊരു വിഭാഗം ആളുകൾ അവർ നിങ്ങളോടും അവരുടെ ആളുകളോടും സമാധാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തെ പോലെ അവരോട് നിങ്ങളും സമാധാനത്തിൽ കഴിയുന്നു എന്നല്ല, സമാധാനത്തെ സൗഭാഗ്യമായി കാണുന്നു. എന്നാൽ ഒരു കുഴപ്പമുണ്ട്. കുല്ലമാ റുദ്ദൂ ഇലൽ ഫിത്നതി ഉർകിസൂ ഫീഹാ. അവരെ എന്തെങ്കിലും കുഴപ്പത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അവർ അതിൽ തലയും കുത്തി വീഴും. മുസ്ലിമീങ്ങളുമായി യുദ്ധത്തിന് എന്തെങ്കിലും സാഹചര്യമുണ്ടായി അവർ എടുത്തു ചാടി മുമ്പിൽ നിന്നുകൊണ്ട് പോരാടും.
രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കും. കപടവിശ്വാസികളായ കപട രാഷ്ട്രീയക്കാരായ ധാരാളം ആളുകൾ ഇത്തരം കളികൾ അന്നും ഇന്നും കാണിക്കുന്നുണ്ട്. സ്വന്തം സമുദായത്തിനെതിരിൽ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ രക്ഷിക്കുന്നതിന്, അവരുടെ ആളുകളെ രക്ഷിക്കുന്നതിന് എന്നല്ല, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അവർ കടലാസ കപ്പലിൽ കയറി യാത്ര ചെയ്യാറുണ്ട്, സമുദായത്തിന് നേരെ കുരച്ചു ചാടാറുണ്ട്. ഒരുപക്ഷെ അവരുടെ ആളുകൾ പോലും ലജ്ജിക്കുന്ന നിലയിൽ അവർ സ്വന്തം സമുദായത്തെ ദ്രോഹിക്കാറുണ്ട്. ഇവരുടെ വിഷയത്തിലും കടുത്ത സമീപനം. കുല്ലമാ റുദ്ദൂ ഇലൽ ഫിത്നതി ഉർകിസൂ ഫീഹാ, എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കോ കുഴപ്പങ്ങളിലേക്കോ പോരാട്ടങ്ങളിലേക്കോ യുദ്ധങ്ങളിലേക്കോ അവരെ വിളിക്കപ്പെട്ടാൽ അവരതിൽ കുതിച്ചു ചാടുന്നതാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവർ കാര്യം പറഞ്ഞ് അവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമായിരുന്നു. നോക്കിൻ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സമാധാനത്തിന് കഴിയാൻ ആഗ്രഹിക്കുന്നു. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിമീങ്ങളോട്, നിഷേധികളോട്, തങ്ങൾ ഇഹ്റാമിൽ വന്നിരിക്കുന്നു, കഅബ ശരീഫ് തടഞ്ഞവരോട് പറയുകയുണ്ടായി, നോക്കിൻ, ഞങ്ങൾ യുദ്ധത്തിന് വന്നവരല്ല, ഞങ്ങൾക്ക് തവാഫ് ചെയ്യണം, സഈ ചെയ്യണം, മുടിയെടുക്കണം, മടങ്ങിപ്പോകണം. പോരാടാനാണെങ്കിൽ ഞങ്ങൾ പോരാടാൻ തയ്യാറാണ്, പക്ഷെ ആഗ്രഹമില്ല. നിങ്ങളെയും കുഴച്ചു, ഞങ്ങളെയും കുഴച്ചു. എത്ര നാളുകളായി ഈ രാജ്യത്ത് നമ്മൾ പ്രശ്നമുണ്ടാക്കുന്നു. രണ്ടു കൂട്ടം ആളുകൾക്കും ഗുണമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. നേരത്തെ പറഞ്ഞ മക്കയിലുള്ള മുസ്ലിം നാമധാരികളും ഇതിനെ അനുകൂലിച്ചു. അങ്ങനെയാണ് വേണ്ടിയിരുന്നത്. ഇന്നും അങ്ങനെയാണ് വേണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായി സഹോദര സമുദായങ്ങളോട് പറയും, എത്ര നാളായി വഴക്കുണ്ടാക്കുന്നു. രാജ്യം സ്വതന്ത്രമായ അന്നു മുതൽ എന്തെല്ലാം വഴക്ക്, വർഗീയത, വർഗീയ കലാപങ്ങൾ. ഈ രാജ്യത്തിന് നാണക്കേടുണ്ടായി. അതുകൊണ്ട് നമ്മൾ സമാധാനത്തിന് ഇല്ല, മുസ്ലിമീങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇല്ല, എനിക്കറിയാം, എല്ലാ സമുദായത്തിലും തെറ്റുകാരുള്ളതുപോലെ അവരിലും തെറ്റുകാരായ ആളുകളുണ്ട്. പക്ഷേ പൊതു മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. ഇല്ല, മുസ്ലിം നേതൃത്വം അങ്ങനെയാണ്, ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇല്ല, മുസ്ലിം നേതൃത്വം അങ്ങനെയല്ല, അവരിലും മോശപ്പെട്ടവർ കാണും, പക്ഷേ പൊതു നേതൃത്വം വളരെ നല്ലവരാണ്. ഇങ്ങനെയായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനു പകരം അവർ എടുത്തു ചാടുന്നു, വലിയ ആളുകളായിട്ട് മാറുന്നു. ഓർക്കണം, ഇവരെ അവരുടെ അണികൾ തന്നെ ചവച്ചു തുപ്പും. മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വർഗീയത, വംശീയത, രാഷ്ട്രീയ കുടില തന്ത്രങ്ങൾ താൽക്കാലിക വിജയം ലഭിച്ചേക്കാം. MLA-യും MP-യും മന്ത്രിസ്ഥാനവും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമെല്ലാം ആയേക്കാം. പക്ഷേ അതിലൂടെ ജനങ്ങൾ നശിക്കും. അടുത്ത തലമുറ നിങ്ങളെ ശപിക്കും, ചരിത്രം നിങ്ങളെ നിന്ദിക്കും. നേരെ ചൊവ്വേ ഭരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിന് പകരം വർഗീയതയുടെയും വംശീയതയുടെയും രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളുടെയും കാർഡുകൾ ഇറക്കി പല അഭ്യാസങ്ങൾ കാണിച്ചുവെന്ന് ചരിത്രം നാളെ നിങ്ങളെപ്പറ്റി പറയും. രണ്ട് സമുദായങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകൽ സ്വാഭാവിക കാര്യമാണ്. രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്നത് പോലെ രണ്ട് സംഘടനകൾക്കിടയിൽ, രണ്ട് പ്രസ്ഥാനങ്ങൾക്കിടയിൽ, രണ്ട് മതസ്ഥർക്ക് പ്രശ്നമുണ്ടാകും. ഇരു വിഭാഗത്തെയും നല്ല ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ചാൽ പ്രശ്നം തീരുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ തീ ആളിക്കത്തിക്കാൻ പരിശ്രമിച്ചു. നിങ്ങൾ വലിയ അക്രമികളാണ്, ദ്രോഹികളാണ്. അതുകൊണ്ട് ഇവരുടെ വിഷയത്തിൽ ഇസ്ലാമിന് കടുത്ത സമീപനമാണ്. فَإِن لَّمْ يَعْتَزِلُوكُمْ وَيُلْقُوا إِلَيْكُمُ السَّلَمَ وَيَكُفُّوا أَيْدِيَهُمْ, അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നില്ല എങ്കിൽ, അവർ നിങ്ങളോട് പരിപൂർണമായി സന്ധി ചെയ്തില്ല എങ്കിൽ,
അവർ നിങ്ങളിൽ നിന്നും കൈകളെ മാറ്റി നിർത്തിയില്ല എങ്കിൽ, അതായത് അവർ വഴക്കുണ്ടാക്കാൻ തന്നെയാണ് വരുന്നതെങ്കിൽ, ഫഖുദൂഹും വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങളവരെ പിടികൂടണം, നിങ്ങളവരെ കാണുന്നിടത്ത് വെച്ച് വധിക്കണം. യുദ്ധമുന്നണിയിലേക്ക് അവർ വരുന്നു, ആ സമയത്ത് നിങ്ങളവരെ കൈകാര്യം ചെയ്യണം. വഉലൈകും ജഅൽനാ ലകും അലൈഹിം സുൽത്താനം മുബീന, നാം നിങ്ങൾക്ക് ഇവർക്കെതിരിൽ വ്യക്തമായ രേഖ തന്നിരിക്കുന്നു. കാരണം ഇവർ സമുദായ ദ്രോഹികളാണ്, മുസ്ലിമീങ്ങളോടും ദ്രോഹം കാണിക്കുന്നു, നിഷേധികളോടും ദ്രോഹം കാണിക്കുന്നു. പിടിച്ചു മാറ്റേണ്ടിയിരുന്ന, പ്രശ്നത്തെ നോർമലൈസ് ചെയ്യേണ്ടിയിരുന്ന രണ്ടു കൂട്ടം ആളുകളെയും ഒരു മേശയ്ക്ക് ചുറ്റുഭാഗത്ത് കൊണ്ടുവന്ന് ചർച്ചയിലേക്ക് നയിക്കേണ്ട മുഴുവൻ സാഹചര്യമുണ്ടായിരുന്ന നിങ്ങൾ സമുദായത്തെ കുറ്റം പറഞ്ഞും കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ചും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രശ്നത്തെ രൂക്ഷമാക്കി. എന്നല്ല വളരെ വേദനാജനകം, ഇന്നത്തെ കാലഘട്ടത്തിൽ അമുസ്ലിം സഹോദരങ്ങൾ, അവരിൽപ്പെട്ട ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോട് ശത്രുതയുള്ളവരിൽപ്പെട്ട അമുസ്ലിമീങ്ങൾ പറയാത്ത കുറ്റങ്ങൾ പോലുമാണ് അവരുടെ കൂട്ടത്തിൽ കൂടിയ മുസ്ലിം നാമധാരികൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ധൈര്യത്തോടെ മുസ്ലിം സ്ഥാപനങ്ങളെപ്പറ്റി ശരിക്കും മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കഴിവുകളും അവസരങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കാരോടും വ്യക്തിപരമായ വിദ്വേഷമോ വിരോധമോ കോപമോ ഒന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും നന്മയോട് സ്നേഹമുണ്ട്, സമാധാനത്തോട് സ്നേഹമുണ്ട്. പ്രശ്നത്തോട് വെറുപ്പാണ്. പ്രശ്നത്തിന്റെ സമയത്ത് നിങ്ങൾ ആ പ്രശ്നം രൂക്ഷമാക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണോ, നിങ്ങൾ കടുത്ത ദ്രോഹിയാണ്, നിങ്ങൾ എല്ലാവരോടും ദ്രോഹം കാണിക്കുന്നവരാണ്. ചരിത്രത്തിൽ യുദ്ധമുണ്ടാക്കിയത് ഇത്തരം ആളുകളാണ്. ചരിത്രത്തിൽ ധാരാളം ചോര ഒഴുക്കിയത് ഇത്തരം ആളുകളാണ്. മറുഭാഗത്ത് ഇത്തരം ആളുകൾ തന്നെ ധാരാളം ആളുകൾ പ്രശ്നം പരിഹരിച്ചിട്ടുമുണ്ട്. വഉലൈകും ജഅൽനാ ലകും അലൈഹിം സുൽത്താനം മുബീന. ചുരുക്കത്തിൽ കപടവിശ്വാസികൾ മൂന്ന് വിഭാഗം. ഒന്ന്, പൊതു നന്മയിൽ നിന്ന് മാറി നിൽക്കുകയും നിഷേധികളോടൊപ്പം കൂടുകയും ചെയ്ത് സമുദായത്തെയും നിഷേധിയാക്കാൻ പരിശ്രമിക്കുന്നവർ, അവരോട് കടുത്ത സമീപനം. രണ്ട്, പൊതു നന്മയിൽ നിന്ന് മാറി നിൽക്കുകയും നിഷേധികളോട് കൂടുകയും എന്നാൽ സമാധാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവർ നമ്മൾ ഉപദേശിക്കും, നന്മ ഉപദേശിക്കും, തിന്മ തടയും, പക്ഷെ അവരുമായി പ്രശ്നത്തിനും വഴക്കിനുമൊന്നുമില്ല. മൂന്ന്, ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ അവസരം വല്ലതും കിട്ടിയാൽ നന്നായി കളിക്കും, ശരിക്കും മുതലെടുക്കും. ജനങ്ങളുടെ ചോര ഒഴുക്കി അതിലൂടെ ഇവരുടെ ചീട്ടുകൊട്ടാരം പണിയാൻ അവർ ആഗ്രഹിക്കും. ഇത്തരം ആളുകളെ നിലക്കി നിർത്തൽ ബാധ്യതയാണ്. അവരെയും നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അവിടെയും വ്യക്തമായി പറയുന്നു, നിയമം കയ്യിലെടുത്ത് കളിയില്ല, നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവരെയും ഒതുക്കൽ ബാധ്യതയാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ അറിയിക്കുന്നു. പടച്ചവൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.